ലംബോർഗിനിയാണ്. ഇവിടെ പെട്ടെന്നൊരു ബ്ലോക്ക് ആയപ്പോൾ എന്താ നോക്കാൻ വന്ന പോലീസൊക്കെ വന്നിട്ടുണ്ട്. കൊക്കക്കോളയുടെ പരസ്യമാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കുന്നവർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലണ്ടൻ്റെ നൈറ്റ് വ്യൂവിൻ്റെ ഒരു റൈഡാണ്. അപ്പോൾ സൈക്കിളുണ്ട്, ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. അപ്പോൾ സൈക്കിൾ ലൈനിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ സമാധാനമുണ്ട്. കാരണം കുറച്ച് മുമ്പ് ഞാൻ വന്ന വഴിയിൽ സൈക്കിൾ ലൈൻ ഇല്ലായിരുന്നു, അപ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. സിഗ്നലായി. കുറച്ച് സ്പീഡ് കൂട്ടി. ഇതെല്ലാം വഴിയിലെല്ലാം സൈക്കിൾ ലൈനുണ്ട് ഈ ഒരു റൂട്ടിൽ. അതുകൊണ്ട് ഇപ്പോൾ എത്ര വണ്ടികൾ അപ്പുറത്തൂടെ പോയാലും സേഫായിട്ട് നമുക്ക് സൈക്കിൾ ലൈനിൽ കൂടെ തന്നെ പോവാം. സൈക്ലിസ്റ്റിനെ ക്രോസ് ചെയ്ത് അങ്ങനെ പോകുന്നത് ഭയങ്കര റെയറായിട്ടാണ് കാണുന്നത്. ഒരു പ്രയോറിറ്റി എപ്പോഴും സൈക്ലിസ്റ്റിന് ഉണ്ട്. ഇത് പ്രോപ്പർ റിജൻ സ്ട്രീറ്റ് ആണ്. റിജൻ സ്ട്രീറ്റിൻ്റെ സെൻട്രൽ പാർട്ടായിട്ട് വരും. ബസ് ലൈൻ എത്തി, അതുകൊണ്ട് കുറച്ച് സ്പീഡ് വിടണം. ഇത് ഓക്സ്ഫോർഡ് സർക്കസ് എത്തി. ഇവിടെ നമുക്ക് പയ്യെ നിർത്താം. എനിക്കിവിടെ ഒരു ഷോപ്പിൽ കയറേണ്ട ആവശ്യമുണ്ട്. പണി പാളി ഗൈസ്. ഞാൻ കയറി ഷോപ്പ് ക്ലോസ് ആയിരുന്നു, ജീവാകൻ. അപ്പോൾ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഇവിടെ കാണിച്ചില്ല ടോട്ടനാം കോട്ട് റോഡ്, ആ ഒരു റൂട്ടിലോട്ട് പോവാം. ഇതിൽ നമുക്ക് ഇവിടെയെല്ലാം സൈക്കിൾ ലൈനുണ്ട്, അപ്പോൾ സ്മൂത്തായിട്ട് പോവാം. ബസ് ലൈൻ വരുമ്പോൾ ഇച്ചിരി ടാസ്ക്കാണ്, കാരണം ബസ് പുറകെ ഉണ്ടെങ്കിൽ അവർ ഹോൺ അടിക്കും. കണ്ടോ ബൈക്കൊക്കെ ഇടയ്ക്കിങ്ങനെ ഫ്രണ്ടിക്കടെ കയറും. പക്ഷേ ഒന്നും കാര്യമൊക്കെ നമ്മൾ നല്ല പോലെ അങ്ങ് വിട്ടടിച്ച് പോയാൽ മതി. ഇത് അത്യാവശ്യം തിരക്കുള്ള ഏരിയ ആണ്. വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര പാടാണ്. ഇവരൊക്കെ ഇങ്ങനെ കയറി പോകും. ടാക്സി അവിടെ നിർത്തി, അതുകൊണ്ട് കുറച്ചൊരു നമുക്ക് ടിക്കറ്റും കിട്ടാൻ മതി. പ്രശ്നമൊന്നുമില്ല. സിഗ്നലായി. എനിവേ ചിലർ സിഗ്നലൊന്നും നോക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ഈ പുള്ളി കണ്ടോ എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുക. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. ഇന്ന് കുറച്ച് തണുപ്പുണ്ട്, കുറച്ച് മാത്രമേ, നല്ല രീതിക്ക് തണുപ്പുണ്ട്. 6 ഡിഗ്രി കാണിക്കുന്നുണ്ട്, എന്നാലും നല്ല തണുപ്പുണ്ട് ഇന്ന്. പക്ഷേ സൈക്കിളൊക്കെ പോകാൻ നല്ല വൈബാണ്. ചീറി പാഞ്ഞ് പോകാൻ പറ്റിയ പ്ലേസാണ്. നല്ല സ്പോട്ടുമാണ്. ഇപ്പോഴത്തെ വ്യൂ പെൻസൊക്കെ എന്നെ കടത്തി വെട്ടുകയാണ്. കുറച്ച് സ്പീഡ് ഞാൻ വിടുകയാണ്, അതുകൊണ്ടാണ്. ഗൈസ് ലംബോർഗിനി വരുന്നുണ്ട്. നല്ല യെല്ലോ കളർ ലംബോർഗിനിയാണ്. അടിപൊളി. അങ്ങനെ നമ്മൾ ലംബോർഗിനിയിൽ പോയി. ലംബോർഗിനിയുടെ പുറകെ പിടിക്കാനാണ് എൻ്റെ ശ്രമം, പക്ഷേ ലംബോർഗിനിയുടെ പൊടി പോലും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പയ്യെ നടന്നു പോവുകയാണ്. ഹാംലീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ പോകുന്നത്. ഹാംലീസൊക്കെ ക്ലോസ്ഡ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. ഇതെല്ലാം ബസ് ലൈൻ. അപ്പോൾ ബസ് കറക്റ്റ് പുറകെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സ്പീഡ് വേണം. ഇതാണ് സിഗ്നലായി. നല്ല കാറ്റ്, തണുത്ത കാറ്റ്, അതുകൊണ്ട് കണ്ണിക്കടൊക്കെ വെള്ളം വരിക. ഗ്ലാസ് എടുക്കാൻ മറന്നു. ഒരു മിനിറ്റ് ഇവിടെ നിർത്താവുന്ന സമയമില്ല, കാരണം പെട്ടെന്ന് സിഗ്നൽ കഴിയും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയാൽ മതി. ഈ റൂട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ വ്യൂ, ബിൽഡിങ്ങിൻ്റെ ലൈറ്റും റോട്ടിലെ ഈ ലൈറ്റ്, ഈ ഒരു കളേഴ്സൊക്കെ ഭയങ്കര രസം. അയ്യോ
കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. പിന്നെ തണുപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ കുറച്ചൊരിത് വരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഷോപ്സൊക്കെ ക്ലോസ് ആയിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴത്തേനും. ഇപ്പം ഇവിടെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്, രാത്രി 9-9:30 ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ആരും ലണ്ടനിൽ എപ്പോഴും ഫുൾ ടൈം ആൾക്കാർ ഓണാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നൊന്നും വീട്ടിലൊന്നും അങ്ങനെ ഇവിടെ ആരും ഇരിക്കത്തില്ല. എല്ലാവരും എപ്പോഴും ഫുൾ ടൈം പുറത്തേക്കിടയൊക്കെ. ബസ്സൊന്നും പുറകെയില്ലെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതിൽ തന്നെ പോവുക. അല്ലെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യണം ആ ഒരു ടൈമാകുമ്പോൾ. അങ്ങനെ നമ്മൾ പിക്കടലി എത്തി കേട്ടോ. കാരണം എത്ര ദൂരമുള്ളൂ എനിക്ക് ജസ്റ്റ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പിക്കടലിയിലോട്ട് വരാം. ഗൈസ് ഇവിടെ കണ്ടോ, ഒരു വേറൊരു ബൈക്കും ഒരു കാറിനിട്ട് ജസ്റ്റ് ഇടിച്ചൊരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. എൻ്റെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നായിരുന്നു അവർ. അപ്പോൾ ഞാനിവിടെ പെട്ടെന്നൊരു ബ്ലോക്ക് ആയപ്പോൾ എന്താ നോക്കാൻ വന്ന പോലീസൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഒറ്റ ആക്സിഡൻറ്റ് കാരണം ഇവിടെ ഇത്രയും ബ്ലോക്കാണ് പുറകെ ഫുള്ള് ഉണ്ടായിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു കണ്ണു വെച്ച് നോക്കുവാണെങ്കിൽ സൈക്കിളിൻ്റെ പെഡല് ആ ലൈറ്റ് ഇടിച്ചിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. അതുകൊണ്ട് അവരത് എടുക്കാനുള്ള മാക്സിമം പരിശ്രമത്തിലാണ്. പക്ഷെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഞാൻ നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാം. കാരണം ഇതിൽ സൈക്കിളിൽ പോയപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല, ഭയങ്കര സ്പീഡായിരിക്കും. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇവിടെ ഇറക്കി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പിക്കഡലി സർക്കസിൽ എത്തിയിട്ടുണ്ട്. സൈക്കിൾ ഞാൻ അവിടെ ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും ഇതുപോലെ വന്ന് വ്ളോഗ് എടുക്കുമെന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ലായിരുന്നു. ജസ്റ്റ് ഫോട്ടോസ് എടുക്കും പോകും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾ ഇതിൻ്റെ കുറച്ച് വ്യൂ ഒക്കെ കാണിച്ചു തരാം. സൈക്കിൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചു. ഇനി അപ്പോൾ ഞാൻ നിങ്ങൾ ഈ വ്യൂ ഒക്കെ ഒന്ന് പയ്യെ കാണിച്ചു തരാം. കുറച്ച് ആൾക്കാർ എന്നെ ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ പയ്യെ സ്റ്റെപ്പൊക്കെ കയറി. ഇതിങ്ങനെ ഫുൾ ഇതിൻ്റെ സെൻട്രലിൽ കൂടെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്ത് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിരിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു തിയേറ്ററിൽ എന്ത് ഫിലിം ഇപ്പോൾ കഴിഞ്ഞിറങ്ങി. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത്ര ആൾക്കാർ വന്നത്. ഞാൻ വന്നപ്പോൾ അവിടെ അത്ര ആളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ താഴത്തെ റൂട്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ലണ്ടനയിലോട്ടും ബിഗ് ബെന്നിലോട്ടൊക്കെ ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ അപ്പുറത്തേക്കൂടെ ആണെങ്കിലും പോവാം. കണ്ടോ ഈ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിരുന്ന എത്ര കണ്ടിരുന്നാലും നമുക്ക് ബോറടിക്കത്തില്ല. എസ്പെഷ്യലി കണ്ടോ ഇതുപോലത്തെ നല്ല കാറുകൾ, പിന്നെ ബസ്സാണ് മെയിൻ അട്രാക്ഷൻ. റെഡ് കളറും ഓക്കെ. സ്ക്രീനിൽ ഓരോ ടൈമിൽ ഓരോ ആഡായിരിക്കും വരുന്നത്. കണ്ടോ ഇങ്ങനെ നല്ല രസമാണ്, കണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഇവിടെ കണ്ടോ ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു നൈറ്റിന് വരുമ്പം സ്ക്രീനിൻ്റെ ലൈറ്റ് നമ്മുടെ ഫേസിലോട്ട് അടിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ലിയർ ആണ്. ഇതാണ് അണ്ടർഗ്രൗണ്ട്, പിക്കഡലി സർക്കസിൻ്റെ അണ്ടർഗ്രൗണ്ട് ഇതാണ്. ഇതിലെ പോയാൽ ട്യൂബൊക്കെ കിട്ടും. മിഡ് നൈറ്റ് വരെ ട്യൂബ് അവൈലബിളാണ്. 2 ബൈക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കാനും. നല്ല ഓളം വെച്ച റൂട്ടികളെ പോകുന്ന വണ്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കുന്നവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സൗണ്ട് കൂട്ടി ഉള്ള പരിപാടിക്കുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. ഷൂട്ട് ചെയ്യാൻ നേരത്തപ്പോഴത്തേനും അവര് അത്രയും സെറ്റപ്പ് ആക്കുന്നതാണോ. അവരെനിക്ക് വേണ്ടിയിട്ട് അവർ കറക്റ്റ് എടുത്ത് തന്നിട്ടുണ്ട്. കൊക്കക്കോളയുടെ പരസ്യമാണ്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ ഒരു ഉള്ളി വട്ടം ചടി ഗൈസ്, നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഗൈസ് പിക്കഡലി സർക്കസിലോട്ടുണ്ടായിരുന്ന നമ്മുടെ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ എത്രയും വീട്ടിലോട്ട് പോകാം. മാത്രമല്ല ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട്.
അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റൈഡിങ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.